അല്ലല്ല, ഒരു അടുക്കളയിൽ പോലും വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങളത് കേൾക്കാതിരിക്കുന്ന കേൾക്കേണ്ട ഒന്നും കൃത്യമായിട്ട് കേൾക്കാത്തതായിരിക്കും. ഒന്നുമില്ല, ഞങ്ങൾ അടുവാപ്പുറത്ത് വെക്കണം, അടുവാപ്പുറത്ത് വെക്കും. അതിന് സംശയമൊന്നുമില്ല, അതിനൊന്നും ഒരു സംശയവുമില്ല. അടുവാപ്പുറത്ത് നമ്മൾ വെക്കും. ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി യാത്ര സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഗാന്ധി യാത്ര മലപ്പട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച് മലപ്പട്ടം ടൗണിൽ സമാപിക്കുകയും മലപ്പട്ടം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം KPCC നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റ് എല്ലാവരും കോൺഗ്രസിൻ്റെ ഓരോരോ നേതാക്കന്മാരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പട്ടം മണ്ഡലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഗാന്ധി പ്രതിമ തകർത്തുകൊണ്ടുള്ള CPM തകർത്തിരിക്കുന്നു. അപ്പോൾ അതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം അന്ന് തന്നെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള K. സുധാകരൻ MP ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും കൃത്യമായി ഗാന്ധി പ്രതിമ സ്ഥാപിക്കും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മലപ്പട്ടം ടൗണിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് ബാക്കി എല്ലാ പ്രദേശങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പരിപാടികളുമായാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇതിൻ്റെ തുടക്കമെന്ന നിലയിൽ 6-ാം തീയതി ബഹുമാന്യനായ KPCC പ്രസിഡന്റാണ് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ടീമിൽ ശ്രീ PC വിഷ്ണുനാഥ്, അതുപോലെ തന്നെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള PC വിഷ്ണുനാഥ്, വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ MP, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാക്കൂട്ടം ഉൾപ്പെടെയുള്ള മറ്റ് മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ആ ചടങ്ങിൽ അവരുടെ സാന്നിധ്യവും ഉണ്ടാകും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു വിഷയമെന്ന് പറയുന്നത്, ഇതിപ്പോൾ നമുക്ക് രണ്ട് ഗവൺമെൻറ്റുകളും രണ്ട് പാർട്ടികളും BJP ആയാലും CPM ആയാലും ഇത്തരത്തിലുള്ള ദേശീയ നേതാക്കന്മാരെ അവരുടെ പേരുകൾ എവിടെ വരുന്നു അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ എവിടെ വരുന്നു അതൊക്കെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശമാണ് അവർക്കുള്ളത്. BJP ജീവനുള്ള ഗാന്ധിജിയെ വകവരുത്തിയെങ്കിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിമകൾ തകർത്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ BJP ചെയ്യുന്നത് നെഹ്റുവിൻ്റെ നാമധേയത്തിലുള്ള നെഹ്റു യുവകേന്ദ്രം ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ ഗാന്ധിജിയുടെ നാമധേയത്തിലുള്ള, ഇന്ദിരാഗാന്ധിയുടെ നാമധേയത്തിലുള്ള അത്തരം വലിയ വലിയ സ്ഥാപനങ്ങൾ ഒക്കെ തന്നെ പേര് മാറ്റി അതൊക്കെ BJPയുടെ അഡ്രസ്സിങ്ങുള്ള പേരുകളായി മാറ്റും. അതുതന്നെയാണ് കേരളത്തിലും നടക്കുന്നത്. CPM ഗാന്ധി പ്രതിമകൾ നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇവിടെ വെഞ്ഞാറമൂട് ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ സംഭവത്തിൻ്റെ പേരിൽ കണ്ണൂരിലുള്ള മിക്ക പയ്യന്നൂരിലെ ഏറ്റവും വലിയ ഗാന്ധി സ്തൂപ പയ്യന്നൂർ കോൺഗ്രസ് ഓഫീസിന് മുമ്പിലുണ്ടായിരുന്നു, അത് തകർത്തു. അതോടൊപ്പം തന്നെ തളിപ്പറമ്പ് കോൺഗ്രസ് ഓഫീസിൽ കയറി മുഴുവൻ ഗാന്ധിജിയുടെ പടങ്ങൾ പ്രത്യേകിച്ച് സെലക്ട് ചെയ്ത് ഗാന്ധിജിയുടെ പടങ്ങൾ അവർ നശിപ്പിക്കുക. ഇവരിപ്പോൾ ചെയ്യുന്നത് ഗാന്ധി സ്തൂപങ്ങൾ തകർക്കുകയും പിന്നീട് ഗാന്ധിയുടെ ആഗസ്റ്റ് 15 അങ്ങനെയുള്ള ദിനങ്ങളൊക്കെ ഗാന്ധി സ്മൃതി സന്ധ്യ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുക. ഇതെന്തൊരു വിരോധാഭാസമാണ്. ഗാന്ധിജിയുടെ പേരിലുള്ള ഗാന്ധിജിയുടെ പ്രതിമകൾ തകർക്കുകയും അതിനുശേഷം അതേ പാർട്ടി തന്നെ
ഗാന്ധി സ്മൃതി സന്ധ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആഗസ്റ്റ് 15 അതുപോലെ തന്നെ ഒക്ടോബർ 2 ജനുവരി 30 രക്തസാക്ഷി ദിനവും ഒക്കെ ആചരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടും രണ്ടായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ യൂത്ത് കോൺഗ്രസും ഇതോടനുബന്ധിച്ച് നിങ്ങൾക്ക് അതിൻ്റെ പത്രക്കുറിപ്പ് അവർ തന്നിട്ടുണ്ട്. 1000 വീടുകളിൽ ഗാന്ധി നെഹ്റു ചിത്രം പ്രതിമകൾ അവരുടെ ഫോട്ടോ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ പോലും അല്ലെങ്കിൽ ഒരു അടുക്കളയിൽ പോലും വെക്കാൻ വിടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മലപ്പുറം ടൗണിൽ തന്നെ സെൻട്രലിൽ തന്നെ ഗാന്ധി സ്തൂപം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. KPCC അതിന് നിർദ്ദേശം തന്നിട്ടുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിനായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്ന വിവാദങ്ങളും സംഘർഷങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അവിടെ സ്തൂപം സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്നാണ് CPM പറഞ്ഞത്. അവിടെ സ്ഥാപിക്കുന്നതാണ് കോൺഗ്രസ് പറഞ്ഞത്. മുൻ KPCC പ്രസിഡന്റ് അവിടെ പോയി അവിടെ സ്തൂപത്തിന് തറക്കല്ലിരുന്നു. ആ തറക്കല്ലാണ് പിന്നീട് തകർക്കുന്നത്. ഈ അരുവാപ്പുറത്ത് നിങ്ങൾ സ്തൂപം സ്ഥാപിക്കുന്നില്ല? അരുവാപ്പുറത്ത് നമ്മൾ സ്തൂപം സ്ഥാപിക്കും. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു. ഞങ്ങൾ മലപ്പുറം ടൗണിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. മലപ്പുറം ടൗണിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് തുടക്കം കുറിക്കും. നമ്മൾ അരുവാപ്പുറത്ത് മാത്രമല്ല കണ്ണൂർ ജില്ലയിലെ ഏത് പ്രശ്ന പ്രദേശങ്ങളിലും നമ്മളെല്ലായിടത്തും നമ്മൾ സ്തൂപം സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള സ്തൂപത്തിൻ്റെ അതിനൊക്കെ നമ്മൾ കൃത്യമായി ഓർഡർ കൊടുത്തിട്ടും ഉണ്ട്. അരുവാപ്പുറത്ത് ഉടനെ തന്നെ നമ്മൾ സ്ഥാപിക്കും. ഇതിൻ്റെ ഭാഗമായി അരുവാപ്പുറം മാത്രമല്ല CPM ഏത് സെൻറ്റർ ആയാലും നമ്മൾ അങ്ങനെ CPM സെൻറ്റർ എന്ന് ഉദ്ദേശിച്ചിട്ടോ ഒന്നുമില്ല. ഗാന്ധിയുടെ സ്തൂപം സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ മലപ്പുറം ടൗൺ, നിങ്ങൾക്കറിയാലോ മലപ്പുറം എന്താണ്, അവിടെ വെച്ച് അവിടെയാണ് നമുക്കെതിരെ കൊടിയ മർദ്ദനമുണ്ടായിട്ടുള്ളത്. ആ ടൗണിൽ വെച്ചാണ്. അവിടെ വെച്ച് വെല്ലുവിളിച്ച് അവിടെ വെച്ച് തന്നെ നമ്മൾ ഇതിന് തുടക്കം കുറിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ല ഒരു അടുക്കളയിൽ പോലും വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങളത് കേൾക്കാതിരിക്കുന്ന കേൾക്കേണ്ട ഒന്നും കൃത്യമായിട്ട് കേൾക്കാത്തതായിരിക്കും. ഒന്നുമില്ല. ഞങ്ങൾ അരുവാപ്പുറത്ത് വെക്കണം, അരുവാപ്പുറത്ത് വെക്കും. അതിന് സംശയമൊന്നുമില്ല. അതിനൊന്നും ഒരു സംശയവുമില്ല. അരുവാപ്പുറത്ത് നമ്മൾ വെക്കും. ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മൾ മലപ്പുറം ടൗണിൽ നമ്മൾ തുടക്കം കുറിക്കും. തുടർന്ന് നമ്മൾ എല്ലാ പ്രദേശത്തും നമ്മൾ വെക്കും. അതിന് കൃത്യമായ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ റിലീസ് കിട്ടിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് 1000 ഭവനങ്ങളിൽ വീടുകളിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഗാന്ധി നമ്മളിതിന് തുടക്കം കുറിക്കുന്നത് എവിടെയാന്ന് പറഞ്ഞാൽ ഒരു സെന്ററല്ലേ ഇതിന് തുടക്കം കുറിക്കേണ്ടത്. ഇതിന് തുടക്കം കുറിക്കേണ്ടത് ആ മലപ്പുറം ടൗണ് എവിടെയാണ് അതിൻ്റെ ആ സെന്റർ എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി അത് ബോധ്യമാവും. കോൺഗ്രസിൽ അങ്ങനെ ഒരു വിഷയം വരുന്നില്ലല്ലോ. ഓഡിയോ ക്ലിപ്പുകൾ ആരെങ്കിലും ഒരു DCC പ്രസിഡന്റ് ഓഡിയോ ഉണ്ടോ? DCC പ്രസിഡന്റ് പറഞ്ഞതായിട്ട് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും നാട്ടിൽ നിന്നോ അവിടെ നിന്നോ പരതോ മറ്റേ ഗൾഫിൽ നിന്നോ ആരെങ്കിലും എന്തെങ്കിലും ഓഡിയോ ഇട്ടാൽ അത് എടുത്തിട്ട് വിതരണം ചെയ്യേണ്ട പണിയല്ല പത്രപ്രവർത്തകർ ചെയ്യേണ്ടത്. അല്ലല്ല അത് നിങ്ങൾ അതിൽ ബേസ് ചെയ്തിട്ടല്ല. ഇവിടെ ആധികാരികമായി പറയാൻ ആളുണ്ട്, അവർ പറയും. അതാണ് അതിൻ്റെ വാക്ക്. അല്ലാതെ ആരെങ്കിലും ഓടുന്നെങ്കിലും എടുത്തിട്ട് സാധനം എടുത്തിട്ടിട്ട് നിങ്ങൾ ആർഗ്യൂ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതെ, കണ്ടൊരു കാര്യം ഞാൻ മറുപടി പറഞ്ഞല്ലോ ആധികാരികമായി. മലപ്പുറത്താണ് നമ്മുടെ പരിപാടി പൊതുസമ്മേളനം അലങ്കോലപ്പെടുത്തിയത്. മലപ്പുറത്ത് വെച്ചാണ് CPM വെല്ലുവിളിച്ചത്. ഞങ്ങൾ ഒരുത്തൻ്റെ അടുക്കളയിൽ പോലും വെക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് വെച്ചാണ്. അപ്പോൾ സ്വാഭാവികമായും മലപ്പുറത്തു നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത്. മലപ്പുറം സെൻട്രൽ നിന്നാണ് ഞങ്ങൾ ഗാന്ധി പ്രതിമ വെച്ച് ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. യൂത്ത് കോൺഗ്രസ് ഒരു ഭാഗത്ത് 1000 വീടുകൾ ഗാന്ധി ഭവനങ്ങളായി പ്രഖ്യാപിക്കുന്നുണ്ട്. അതേസമയം കോൺഗ്രസ് മലപ്പുറത്ത് നിന്ന് ആരംഭിക്കുകയാണ്. അവിടെ ഒരു ഗാന്ധി പ്രതിമയാണ് സ്ഥാപിക്കുന്നത്. ഞാനത് പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? CPM കേന്ദ്രം എന്നുള്ളതില്ല. ഇതിപ്പോ ചർച്ച വന്നത് ഈ ഒരു വിഷയം വന്നുകൊണ്ടാണ്. CPM കേന്ദ്രത്തിലാണ് നമ്മൾ ഗാന്ധി പ്രതിമ എല്ലാം വെച്ചിരിക്കുന്നത്.
നമ്മൾ ഗാന്ധി പ്രതിമ വെക്കുന്നത് കേന്ദ്രത്തിൽ കൊണ്ട് വെക്കാനൊന്നുമല്ല, നമ്മളെ ഗാന്ധിജിയെ സ്മരിക്കുക, ഓർമ്മിക്കുക, ഓർമ്മകൾ നിലനിർത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഗാന്ധിയുടെ കഴുത്ത് കളഞ്ഞുകൊണ്ടുള്ള ഏർപ്പാടല്ല. നിങ്ങൾ പയ്യന്നൂരിലെ ആ ഗാന്ധി പയ്യന്നൂരിലെ ഗാന്ധി സുഖ നേതൃത്വങ്ങൾ കണ്ടല്ലോ, കഴുത്ത് അറുത്തിട്ട്. പിന്നെ എന്തിനാണ് ഇവര് ഈ ഗാന്ധിജിയുടേത് ഒക്ടോബർ 2 ആഗസ്റ്റ് 15 ഒക്കെ ഇത് ചെയ്യുന്നത്? എന്തിന്? ഒരു നാണവും മാനവും ഒരു ഉളുപ്പുമില്ലേ സത്യത്തിൽ? അല്ല, ഇതിലെന്താന്നറിയാം, ഇതിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് അടുവാപ്പുറം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയാണ്. അതല്ല, ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ഗാന്ധിജിയാണ്. ഗാന്ധി പ്രതിമ വെക്കാൻ സ്ഥാപിക്കില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഗാന്ധി പ്രതിമ ഞങ്ങൾ മലപ്പട്ടത്തുനിന്ന് ഗാന്ധി പ്രതിമ വെക്കാൻ പറ്റില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മലപ്പട്ട സെന്ററിൽ തന്നെ ഞങ്ങൾ കൊണ്ടുവെക്കും. അതിലൊരു സംശയവും വേണ്ട. അടുവാപ്പുറം മലപ്പട്ട സെന്ററിൽ വെക്കുന്നത് ഞങ്ങൾക്ക് അടുവാപ്പുറത്ത് വെക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ല, നിങ്ങൾ ചോദിച്ചത് അതല്ല. നിങ്ങൾ ചോദിച്ചത് CPM സെന്ററിലാണോ എന്ന് ഞങ്ങൾ ചോദിച്ചത്. അങ്ങനെയല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. CPM സെന്റർ എന്നുള്ളത് ഇക്കാര്യത്തിലില്ല. ഞങ്ങൾ എല്ലായിടത്തും വെക്കുന്ന പറഞ്ഞു. അല്ലല്ല, CPM സെന്റർ എന്നുള്ള ഒരു വിഷയമില്ല. ഗാന്ധിജിയെ ഓർക്കുക, ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. CPM സെന്റർ എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവിടെ മലപ്പട്ടത്ത് വെക്കാൻ കാരണം അവിടെയാണ് നമ്മളെ അക്രമവും എല്ലാം ഉണ്ടായത്. മലപ്പുറം സെന്ററിലാണ്. അവിടെ തന്നെ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് അതിന് തുടക്കം കുറിക്കും. കാരണം അതിന് പറ്റിയ സൗകര്യവും നല്ല സെന്ററുമുള്ള ഒരു സ്ഥലമാണത്. അത് നമ്മുടെ മണ്ഡലം പ്രസിഡന്റിന്റെ പേരിലുള്ള അവരുടെ അതിനെതിരെയുള്ള ആ സ്ഥലമാണ്. അവിടെ തന്നെ നമ്മളത് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ജില്ലയിൽ അതിനെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാന കേന്ദ്രം അത് നിങ്ങൾ കേട്ടതല്ലേ പറഞ്ഞത്? CPM-ന്റെ അത് ഉത്തരവാദിത്തപ്പെട്ടാണോ? ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഉത്തരവാദിത്തപ്പെട്ടാണോ? CPM-ന്റെ ഏരിയ സെക്രട്ടറി ഉത്തരവാദിത്തപ്പെട്ടാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു. എനിക്കറിയത്തില്ല അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ആരാന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അവര് പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ? അല്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ എന്താ പറഞ്ഞത്? BJP പച്ചയായ മനുഷ്യനെ കൊല്ലുന്നു, RSS ഇവിടെ പ്രതിമ തകർക്കുന്നു. രണ്ടും ഒരേപോലെ സമാസമായി പോവുകയാണ് അല്ലേ? അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത് രണ്ടുപേരും കണക്ക് തന്നെയാ. രണ്ടുപേർക്കും ഈ നാമധേയങ്ങൾ കേൾക്കുമ്പോൾ ഭയമാണ്. അവരെ തിരസ്കരിച്ചു കൊണ്ടുപോവുകയാണ്. ഒരിക്കലും ഒരു ദേശീയ പാർട്ടി ചെയ്യാൻ വേണ്ടി പാടില്ലാത്ത, അല്ലെങ്കിൽ ഒരു ആധികാരികമായ ഒരു പാർട്ടി ഇപ്പൊ CPM അന്നേ വിട്ടുകൊടുത്ത് തന്നെ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാകണം. ഞങ്ങൾ 3 മണിക്ക് മലപ്പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സ്കൂൾ പരിസരത്ത് നിന്ന് നമ്മൾ ആരംഭിക്കുന്നു. മലപ്പട്ടം 6-ാം തീയതി 3 മണിക്കാണ് നമ്മൾ ആരംഭിക്കുന്നത്. വെള്ളിയാഴ്ചയാണ്. 3 മണിക്ക് ആരംഭിക്കും. നമ്മൾ ഒരു 5 മണിയോടുകൂടി 4:30 നമ്മൾ മലപ്പട്ടം ടൗണിൽ എത്തിച്ചേരുകയും നമ്മൾ അവിടെ പ്രതിമ അവിടെ സ്ഥാപിക്കും. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഇന്നലെ മുതൽ അതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൂടി അറിയിക്കുകയാണ്. മലപ്പട്ടം സെൻട്രൽ ഓഫീസിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ടുള്ള ഓഫീസ് കുറച്ചും കൂടി മാറിയിട്ടാണ് ഇത്. ആ ബസ് സ്റ്റോപ്പിൽ, ആ ബസ് സ്റ്റോപ്പിൻ്റെ മുട്ടി തന്നെ. അടുവാപ്പുറത്ത് ഉടനെ സ്ഥാപിക്കും. അതിനൊന്നും നമുക്കൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ പറഞ്ഞല്ലോ, യൂത്ത് കോൺഗ്രസിൻ്റെ 1000 ഭവനങ്ങളിൽ ഈ ഗാന്ധി നെഹ്റു പ്രതിമ സ്ഥാപിക്കും. പ്രതിമ സ്റ്റാച്ചു